എടി സന്ധ്യ, നീ ഇത് അവിടെ വെച്ചിട്ടേ അച്ഛന്റെ വെള്ള മുണ്ട് ഷർട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്ക്. അച്ഛൻ എവിടെയോ പോവാണ്ടത്രേ, അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ചെയ്താൽ മതി. ഇത് അല്ലമ്മേ, നിങ്ങളുടെ കൈക്കും കാലും ഒരു കുഴപ്പമില്ലല്ലോ. എന്തിനെല്ലാ പണി അവളോട് ചെയ്യാൻ പറയുന്നത്? നിങ്ങൾക്കും ചെയ്യാലോ, അവള് ചെയ്താൽ മാത്രം ആവുന്നുള്ളോ? അല്ലടാ, അമ്മയ്ക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. അടുക്കളയത്തെ പണിയൊക്കെ അമ്മ ചെയ്ത് തീർത്തതാ. അച്ഛമ്മക്ക് വെറുതെ സീരിയൽ കാണാണ്ടി പോവാനല്ലേ? പെണ്ണെ, മിണ്ടാതിരുന്നോ? മിണ്ടാതിരിക്കില്ല. എന്റെ അമ്മയെ മാത്രം ഇവിടെ പണിയെടുപ്പിക്കാൻ ഇനി ഞാൻ സമ്മതിക്കില്ല. മുളച്ച് വരുമ്പത്തേക്കും പെണ്ണിന്റെ വായി നോക്കടാ. അതിന് അവള് പറഞ്ഞില്ല എന്താ തെറ്റമ്മേ? അമ്മയ്ക്ക് ഇവിടെ വേറെ പണിയൊന്നും ഇല്ലല്ലോ. എന്തിനെല്ലാത്തിനും അവളോട് ഓർഡർ ചെയ്യുന്നത്? അച്ഛൻ എവിടെയെങ്കിലും പോവാണ്ടെങ്കിൽ അച്ഛൻ അയൺ ചെയ്ത് പോയിക്കോളും. അച്ഛൻ മൊബൈൽ നോക്കി ഇരിക്കല്ലേ. സന്ധ്യ, ആ ചൂല അവിടെ ഇട്ടെ, അമ്മ അടിച്ചോളും. പിന്നെ സന്ധ്യ, നീ ഇന്ന് തന്നെ എന്റെ വീട്ടിൽ പോക്കോട്ടോ. കുറേ ദിവസമല്ലേ പോയിട്ട്. മോളെ സ്കൂളിലേക്ക് അച്ഛൻ ലീവ് വിളിച്ചു പറയാട്ടോ. എനിക്ക് ഓഫീസിൽ തിരക്കുണ്ടായിപ്പോയി, അല്ലെങ്കിൽ ഞാനും വന്നേ. നീ കുറച്ച് ദിവസം ഇരുന്നിട്ട് പതുക്കെ തിരിച്ചു വന്നാ കേട്ടോ. അല്ലടാ, അവൾ അവിടെ പോയി നിന്ന് കഴിഞ്ഞാലേ ഇവിടുത്തെ കാര്യങ്ങൾക്ക് ആരാ ചെയ്യാ? അല്ലമ്മേ, ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നതിന് മുമ്പേ ഈ വീട്ടിലെ പണിയൊക്കെ നമ്മളല്ലേ ചെയ്ത്. പിന്നെന്താ അവളില്ലെങ്കിൽ ഇവിടുത്തെ പണിയൊന്നും നീങ്ങില്ല പറയുന്നത്? അതിന് മുൻപ് എങ്ങനെയാണോ ഇവിടെ എടുത്തത് അതുപോലെ ചെയ്താൽ മതി. നീ പോയിക്കോട്ടോ, ഞാനല്ലേ പറയുന്നത്. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. എന്താമേ, അച്ഛൻ പറഞ്ഞ കേട്ടില്ലേ? ചൂല അവിടെ ഇട്ടെ, അച്ഛൻ പഠിച്ചോളൂ.